നിറച്ച അത്തിക്കായ്കൾ. അത്തിപ്പഴം പേർക്കാം എഴുതി തൂക്കിയിട്ടുണ്ടല്ലോ. അതന്നെ ഫലങ്ങൾ. ഞങ്ങളുടെ പങ്കന്റെ സ്കൂളാണേ. ഹായ് നോക്ക്. എന്താ വാല് പോലെ അപ്പുറത്തേക്കില്ലേ സ്കൂള്? വലിയ തമാശ. അതെ അതെ. നമ്മളെന്താ പറിച്ചു ചെയ്യാൻ വന്നേ? ഞങ്ങൾ ക്ഷീണിതനായൊരു ഞങ്ങൾ വെയിലത്തൂടെയും തണലത്തൂടെയും വയറ് കറഞ്ഞു നടക്കുകയാണു ഞങ്ങൾ. ഒരു കട പോലും കണ്ടില്ല. അങ്ങോട്ട് നോക്കൂ, അത് കടയാണോ? അല്ല, അത് സ്കൂളാണ്. അയ്യോ ശശികൾ. എന്റെ രണ്ടാമത്തെ വീട്ടിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. നമുക്ക് സെക്കൻഡ് ഹോമിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. അവിടെയെങ്കിലും ഒരു ക്യാൻറ്റീൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒട്ടനെ നിനക്കെന്താ ഹോളിയാണോ നിന്റെ വണ്ടിക്കും? പിടിച്ച് പൊട്ടിച്ച് നിന്റെ ചില്ലറിയും. ഒരാൾക്ക് ശരിയാക്കില്ല. അതിന്റെ പ്രശ്ന അറിഞ്ഞ കാറ് നിർത്തി ഞങ്ങളെ കൊണ്ടുവിടും. അതാ പ്രശ്നം. ഇല്ല, നിർത്തി ഇറങ്ങി തല്ലും. അങ്ങനെയാണോ? പറയല്ലേ, ഞാൻ കൈ വാങ്ങാതിരിക്കാൻ പറ്റില്ല. എന്റെ അല്ല പൊട്ടനെ നോക്കണ്ട. മാങ്ങാക്കാലാണ്. അങ്ങനെ ഞാൻ എൻ്റെ ക്യാൻറ്റീൻ തപ്പി ഞങ്ങളുടെ എൻ്റെ വീടിന്റെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. ക്യാൻറ്റീൻ ഇല്ല, എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിന്റെ ഉള്ളിലാന്ന് തോന്നുന്നു. പോണോ? എനിക്ക് ഇവിടെ ഇഷ്ടമല്ല. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ സാധനമേ ഇഷ്ടമല്ല. അസുഖം വരാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. അതാണ് ഒരു പ്രശ്നം. അതുപോലെ തന്നെ നമ്മളിപ്പം ഹെൽത്തി ആയിട്ട് പോവുകയാണെങ്കിൽ അവിടുന്ന് കുറെ വൈറസുകളൊക്കെ നമ്മുടെ മേത്തുണ്ടാവും. അത് വേറെ ഞങ്ങളെ പളി തൊട്ടില്ല, പുറത്ത് നിന്നുള്ളൂ. അതെ ഗായ്സ്, ഇവിടെയും ക്യാൻറ്റീൻ ഇല്ല. ഇതാ ഈ ഭാഗത്തില്ലേ, ഇവിടെ ആയിട്ട് ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടായിരുന്നു ഞെട്ടി പണ്ട്. ഇപ്പൊ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് എന്റെ തല മാത്രമാക്കി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അതും ഇല്ലല്ലോ. എടാ പോടാ. ശരിക്കും വേണം വണ്ടി.